പ്രൈസലോ. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് ഒരു വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വചനം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 18:18-19. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ട് എന്നെ വിടുവിച്ചു. എന്നിൽ പ്രസാദിച്ച ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എനിക്ക് തുണയായി നിന്ന് എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. 1 ദിനവൃത്താന്തം 4-9 യബ്ബേസ് എന്നൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞാണ് തൻ്റെ മാതാവ് തനിക്ക് യബ്ബേസ് എന്ന് പേരിട്ട്. യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം സോറോ അല്ലെങ്കിൽ പെയിൻ. വ്യസനപുത്രനായി ജനിച്ചു ജീവിച്ചെങ്കിലും പിന്നീട് നമ്മളവിടെ കാണുന്നത് താൻ തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനിടെ സംഭവിച്ച കാര്യം താൻ ദൈവസന്നിധിയിൽ കടന്നു പ്രാർത്ഥിക്കുന്ന അനുഭവം കാണുവാൻ സാധിക്കും. താൻ വ്യസനപുത്രനായി ജീവിച്ചുവെങ്കിലും തൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി തൻ്റെ അതിര് വിശാലമാക്കിയിട്ട് തന്നെ ഒരു മാന്യനാക്കി, തൻ്റെ സഹോദരന്മാരിൽ മാന്യനാക്കി തീർത്ത ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കവിടെ കാണുവാൻ സാധിക്കും. തൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു: നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിശാലമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. ഒന്ന്, അനർത്ഥം വ്യസനകാരണമായി തീരാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ അതിരൊന്ന് വിശാലമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യത്തിലുള്ള അതിരാണെന്ന് നമ്മളവിടെ കാണുന്നില്ല. നമുക്കൊരു കാര്യം അറിയാം. ഇസ്രായേൽ മക്കൾ മറ്റത്തെ കനാനിലെത്തിയപ്പോൾ അവർക്ക് അതിരുകൾ ദൈവം കൊടുത്തിരുന്നു. എന്നാൽ ഈ അതിരുകൾ എപ്പോഴും ശത്രു അവകാശം പറഞ്ഞുകൊണ്ട് ഇരുന്നു. അതിൻ്റെ മധ്യേ ഇസ്രായേൽ മക്കൾ അതിൻ്റെ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യുദ്ധങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. തൻ്റെ മക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത പ്രദേശങ്ങൾ ദൈവം എപ്പോഴും അവർക്ക് കൊടുത്തിരുന്നു. ഇവിടെ യബ്ബേസിൻ്റെ ജീവിതത്തിൽ ഒരു വിശാലതയിലേക്ക് നയിക്കപ്പെടുകയും അതുമൂലം താൻ മാന്യനായി തീരുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് വാക്കാലം വചനം കേൾക്കുന്ന ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇടുങ്ങിയ ഏതനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിലും ഇന്ന് വാക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്ന് അമ്മയെ സ്തോത്രം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ആ ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതത്തിനായി നാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ അതിനെ വിശാലമാക്കി നമുക്കൊരു മാന്യത തരുവാൻ നമ്മുടെ കർത്താവ് അമ്മയെ സ്തോത്രം നമ്മുടെ കൂടെയുണ്ട്. അമ്മയെ സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും: മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ, എന്നാൽ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും. ഇവിടെ കാണുന്നത് സംഗീതത്തിൽ നമ്മൾ വായിച്ചു, എന്നെ പ്രസാദിച്ചിരിക്കുന്ന ദൈവം. ഇവിടെ നമ്മൾ പറയുന്നു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് ദൃഷ്ടിസേവകളാൽ പറ്റത്തില്ല. ഹൃദയങ്ങളെ അന്തര്യങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വാസ്തവത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ ഇന്ന് വാക്കാലം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലും നമ്മുടെ അതിരുകളൊന്ന് വിശാലമാകട്ടെ. നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു വിശാലത വരട്ടെ. നമ്മുടെ ആത്മീയ അനുഭവങ്ങളിൽ ഒരു വിശാലത വരട്ടെ. നമ്മുടെ പ്രാർത്ഥന അനുഭവത്തിലൊരു വിശാലത വരട്ടെ. ഈ രാജ്യത്ത്, ദേശത്ത് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരു വിശാലതയ്ക്കായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, ദൈവപ്രസാദമായ ഒരു ജീവിതത്തിനായി സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്ന നിൻ്റെ മക്കൾക്കായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം ഒരു വിജയത്തിൻ്റെതായി തീരട്ടെ, ഒരു മാന്യതയുടേതായി തീരട്ടെ, അതിൻ്റെ ഒരു വിശാലത സംഭവിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.